ഹായ് ഫ്രണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 20 പേനകളുടെ വാങ്ങിയ വില 25 പേനകളുടെ വിറ്റ് വിലയ്ക്ക് തുല്യമായാൽ നഷ്ടം എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു മോഡൽ നമ്മൾ ചെയ്തതാണ്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 20 പേനകളുടെ വാങ്ങിയ വിലയും 25 പേനകളുടെ വിറ്റ വിലയും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി മെത്തേഡ് എന്താണ്? ലാഭമായാലും നഷ്ടശതമാനമായാലും കാണാനായിട്ട് വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഇൻറ്റു 100. അപ്പം ഇവിടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ 20 പേനകളാണ് വാങ്ങിക്കുന്നത്, 25 പേനകളാണ് വിൽക്കുന്നത് അല്ലേ. അപ്പോൾ വ്യത്യാസം എത്രയാണ്? 20, 25 തമ്മിലുള്ള വ്യത്യാസം എഴുതിയാൽ മതി. അപ്പോൾ എത്ര വരും? 25 - 20 ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം. വിറ്റതിൻ്റെ എണ്ണം എത്രയാണ്? 25 പേനകളാണ് വിറ്റത് അല്ലേ. അപ്പം ഡിവൈഡഡ് ബൈ 25. ഇനി നമുക്ക് ശതമാനത്തിലാണ് വേണ്ടത്, നഷ്ടശതമാനമാണ്. അപ്പോൾ പെർസെൻറ്റേജിലോട്ട് ആക്കാൻ പറയുമ്പോൾ ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ. 25 - 20 എന്ന് പറയുമ്പോൾ 5 എന്ന് കിട്ടും. 5/25 ഇൻറ്റു 100. 25നെ 100 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈംസ് ആണ്? 4 ടൈംസ് അല്ലേ. 25 × 4 അല്ലേ 100. അപ്പം 25 100 കട്ട് ചെയ്യുക. വലിയ നമ്പറിൻ്റെ അവിടെ വേണം ആൻസർ എഴുതാൻ. സോ 100ൻ്റെ അവിടെ 4 എഴുതി. ഇനി 5 × 4 ചെയ്യുക, എത്ര കിട്ടും? 20 എന്ന് കിട്ടും. 20% ആണ് ഇവിടെ ഉത്തരവായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ലാഭശതമാനമായാലും നഷ്ടശതമാനമായാലും ഒരേ ഫോർമുല തന്നെ. വ്യത്യാസം ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ എണ്ണമാണ്, വിറ്റതിൻ്റെ എണ്ണം ഇൻറ്റു 100. ഓർക്കാനായിട്ട് ശതമാനത്തിലോട്ടാണ് കാണേണ്ടതുകൊണ്ട് ഇൻറ്റു 100. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്